ഹലോ, ഡോക്ടർ തരകൻ സ്പീക്കിംഗ്. ഓഹോ. ആ, ഞാൻ അന്ന് പറഞ്ഞ മരുന്നുകളൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ അല്ലേ? ഡോക്ടറെ, ഓക്കെ ഓക്കെ. ശരി. കയറി വരൂ, ഇരിക്കൂ. പറയൂ, എന്താ പേര്? ഈ രവി. ഈ രവിയോ? അപ്പൊ നമ്മുടെ മാർത്താണ്ഡ വർമ്മയുടെ? മാർത്താണ്ഡവർമ്മയോ? അതാരേനു? ഇരവില്ല ഡോക്ടറെ, ഈ രവി. എന്റെ ഇൻസ്റ്റാ. ഓ അങ്ങനെ. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ വയ്യായിക? ഈടെ രക്തം പരിശോധിക്കാൻ കൊടുത്തിനി. കൊഴുപ്പുള്ളതെന്നാ ലാബുകാര് പറഞ്ഞു. ഈ രവിക്ക് ഇപ്പൊ എത്ര വയസ്സായി? 32. 32. അപ്പൊ എന്താ ജോലി? അല്ലപ്പാ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. വെറുതെ അല്ല, കൊഴുപ്പ് കൂടിയത്. അപ്പോ കുടുംബത്തെ കാര്യങ്ങളൊക്കെ? അച്ഛൻ കൂലിപ്പണിക്ക് പോവും, അമ്മ തൊഴിലുറപ്പിനും പോവും. അപ്പൊ തനിക്കും വല്ല ജോലിക്കും പോയിക്കൂടെ? അല്ലപ്പാ, അതിപ്പോ ഞാനോട് പോയി കഴിഞ്ഞാ വീട് ഉറങ്ങി പോവില്ല ഡോക്ടറെ. ഡോക്ടറെ, ഞാൻ ഏടെ തൊട്ടാലും ഭയങ്കര വേദനയാണ്. എന്താന്ന് ഒരു എത്തും പിടി കിട്ടുന്നില്ല. ഉണ്ടാ, ഇടെല്ലാം വേദന. എവിടെ തൊട്ടാലും വേദനയാണ്? ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഇല്ലപ്പാ. തന്റെ കൈ ഒന്ന് കാണിച്ച്. അത് ശരി. മുറിഞ്ഞ വെള്ളം വെച്ച് അവിടെ ഇവിടെ തൊട്ടിട്ടാണോ വേദനയാണെന്ന് ഇങ്ങോട്ട് വന്നത്? ഇതായിരുന്നല്ലേ പ്രശ്നമോ? വേദന അവിടെ നിൽക്കട്ടെ, തന്റെ കൊഴുപ്പിനുള്ള പരിഹാരം നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം ഗുളിക തന്നു വിടാം, പിന്നെ ആഹാരം ഒന്ന് ക്രമീകരിക്കണം. രാത്രി ഒരു നേരം ഫ്രൂട്ട്സ് ആക്കണം. തനിക്ക് പപ്പായ ഇഷ്ടമാണോ? എനിക്കിഷ്ടാപ്പാ. ഞാൻ കൊറേ നാളായി പോണോന്ന് വിചാരിക്കുന്നു. കാശങ്ങോട്ട് ഒത്തില്ല. എവിടെ? പട്ടായ ഇഷ്ടമെന്നല്ലേ ഡോക്ടർ ചോദിച്ചിനി? തൽക്കാലം നിനക്ക് കൊഴുപ്പിന്റെ അല്ല കഴപ്പിന്റെ മരുന്നാ തരേണ്ടത്. വീട്ടിൽ നല്ല മുള്ളുമുരിക്കുണ്ടോടാ? 65 വയസ്സായി ബാക്കിയുള്ളവന്. ഇതുവരെ ബാക്കിയുള്ളവന് പട്ടായൊന്നും കാണാൻ പറ്റില്ല. അന്നേരം അവന്റെ ഒരു പട്ടായ.